2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ട വോട്ടെടുപ്പ് ഇന്ന് നടക്കും. 10 സംസ്ഥാനങ്ങളിലും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഉൾപ്പെടുന്ന 94 മണ്ഡലങ്ങളിലാണ് ചൊവ്വാഴ്ച വോട്ടെടുപ്പ് നടക്കുക. ഗുജറാത്ത്, ഉത്തർപ്രദേശ്, ബംഗാൾ, മഹാരാഷ്ട്ര, കർണാടക, മധ്യപ്രദേശ്, ബീഹാർ എന്നിവിടങ്ങളിലെ ഒട്ടേറെ നിർണായക മണ്ഡലങ്ങളാണ് ജനവിധി തേടുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മസ്ഥലമായ ഗുജറാത്തിലെ 25 മണ്ഡലങ്ങളിലും ഇന്നു തന്നെയാണ് വോട്ടെടുപ്പ്. ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം ഏപ്രിൽ 19-നും രണ്ടാം ഘട്ടം ഏപ്രിൽ 26-നും പൂർത്തിയായിരുന്നു. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ രണ്ടാം ഘട്ടമായ ഏപ്രിൽ 26-നായിരുന്നു ജനവിധി തേടിയത്. അസം, ബീഹാർ, ഛത്തീസ്ഗഡ്, ഗോവ, ഗുജറാത്ത്, കർണാടക, മധ്യപ്രദേശ് എന്നിങ്ങനെയാണ് മൂന്നാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്, പശ്ചിമ ബംഗാൾ, ജമ്മു കാശ്മീർ, ദാദ്ര, നാഗർ ഹവേലി, ദാമൻ ദിയു എന്നീ മണ്ഡലങ്ങളും ഇന്ന് പോളിംഗ് ബൂത്തിലെത്തും. കേന്ദ്രമന്ത്രിയും BJP നേതാവുമായ ജ്യോതിരാദിത്യ സിന്ധ്യ മധ്യപ്രദേശിലെ ഗുണയിൽ നിന്നും ജനവിധി തേടുന്നതും ഇന്നു തന്നെയാണ്. വിദിശയിൽ മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ മത്സരിക്കുന്നു. മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ദിഗ്വിജയ് സിംഗ് രാജ്ഗഡിൽ നിന്നും മത്സരിക്കുന്നു. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാറിന്റെ ഭാര്യ സുനേത്ര പവാറിനെതിരെ NCP നേതാവും ശരത് പവാറിന്റെ മകളുമായ സുപ്രിയ സുലേവാരമതിയിൽ ജനവിധി തേടും. കോൺഗ്രസിന്റെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് അധീർ രഞ്ജൻ ചൗധരി പശ്ചിമ ബംഗാളിലെ ബർഹാംപൂരിൽ മത്സരിക്കുന്നു. സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവിന്റെ ഭാര്യ ഡിംപിൾ യാദവ് മെയിൻപുരിയിലും കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി കർണാടകയിലെ ധാർവാഡിലും ജനവിധി തേടുന്നു. വ്യവസായി പല്ലവി ഡെംബോ സൗത്ത് ഗോവയിൽ BJP ടിക്കറ്റിൽ മത്സരിക്കും. ഓൾ ഇന്ത്യ യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് പ്രസിഡന്റ് ബദറുദ്ദീൻ അജ്മൽ അസമിലെ ദുബ്രിയിൽ നിന്ന് ജനവിധി തേടും. ആദ്യ 2 ഘട്ട വോട്ടെടുപ്പിൽ ഒന്നാം ഘട്ടത്തിൽ 64.14%, രണ്ടാം ഘട്ടത്തിൽ 64.71%ആയിരുന്നു പോളിംഗ്. നാലാം ഘട്ട വോട്ടെടുപ്പ് മെയ് 13-നും, അഞ്ചാം ഘട്ടം മെയ് 20-നും, ആറാം ഘട്ടം മെയ് 25-നും, ഏഴാം ഘട്ടം ജൂൺ 1-നും നടക്കും. ജൂൺ 4-നാണ് വോട്ടെണ്ണൽ.